ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ തലേ ദിവസം തന്നെ മോർണിംഗിൽ എടുക്കുന്ന മെഷർമെൻറ്റ് എങ്ങനെയാണ്, ഏത് കപ്പിലാണോ ആ കപ്പ് വെച്ചിട്ട് തന്നെ എല്ലാം എടുക്കണം കേട്ടോ. 2 കപ്പ് പച്ചരി, 1 കപ്പ് പുഴുക്കലരി, 1 കപ്പ് ഉഴുന്ന്, പ്ലസ് നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തലേദിവസം വെള്ളത്തിലിടുമ്പോൾ അത് കുതിർത്താൻ വയ്ക്കുക. എന്നിട്ട് ഈവനിങ്ങിൽ നമ്മളത് ഫൈനായിട്ട് അരച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് അത് മിക്സ് ചെയ്ത് നന്നായി വെക്കണം കേട്ടോ. ഞാൻ ഉപ്പിടാറില്ല കേട്ടോ തലേദിവസം. ഞാൻ ആ ഉണ്ടാക്കുന്ന നേരത്തെ മാത്രമേ ഉപ്പിടാറുള്ളൂ. ഇത് പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ മസാല ഉണ്ടാക്കാനായിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ കുക്കറിൽ നല്ലവണ്ണം വേവിച്ച് അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക്, ഉഴുന്ന് പരിപ്പ്, സവോള, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കറിവേപ്പില. ഇത് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുക. പച്ചമുളക്, ഇഞ്ചി, സവോള നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പറഞ്ഞ പോലെ അതിൽ കടുകിട നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഈ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അതിട്ട് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നന്നായി ഗോൾഡൻ ബ്രൗൺ ആയി എന്ന് കണ്ട സ്ലൈസ് ചെയ്ത ഇഞ്ചി അതിലേക്ക് ഇടുക, പച്ചമുളക് അതിലേക്ക് ഇടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നന്നായി ഒന്നും വീണ്ടും വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ സവോള ഉണ്ടല്ലോ, സ്ലൈസ് ചെയ്ത സവോള നമ്മളിട്ട് കൊടുക്കുക. അതിന് സവോള ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായി വഴറ്റി കൊടുക്കുക. ഈ ഒരു സവോള നന്നായി മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നുകൂടി വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ വഴറ്റി ഒരു നല്ല ഇതായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അല്പം മുളക് പൊടി ആവശ്യത്തിന് പച്ചമുളകിൻ്റെ എരിവൊക്കെ ആയിട്ട് അത്യാവശ്യം എരിവ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മുളക് പൊടി ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, ഞാൻ പറഞ്ഞല്ലോ തലേദിവസം ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ദോശ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു പാൻ വെച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഈ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഇവിടെ ഞാൻ മറന്നുപോയി, മസാല വെച്ചതിന് ശേഷമാണ് നെയ്യ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ദോശ ഉണ്ടാക്കാൻ അറിയില്ല എന്നാരും പറയരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും